ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി അവർ പഴയ മുദ്രാവാക്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കാൻ, അസോസിയേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് അവരിവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലോകത്തിന്നേ വരെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്ര ലോകം മുഴുവൻ ഇസ്ലാമിക് രാഷ്ട്രമാവണം എന്ന ധാരണ രൂപപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനത്തെ ചില രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടതാണ്, ചില രാജ്യങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. ആ പ്രസ്ഥാനത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം ആദ്യമായിട്ട് അസോസിയേറ്റായി ചേർത്ത് തെരഞ്ഞെടുപ്പ് മുന്നണിയുടെ ഭാഗമാക്കുന്നത് ഈ കേരളത്തിലെ ലീഗും അതുപോലെ കോൺഗ്രസുമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന UDF ആണ്. ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഭൂരിപക്ഷ വർഗീയത RSS ഉൾപ്പെടെ സംഘപരിവാർ വിഭാഗം അതിശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. ഇന്ത്യയിലെ RSS, അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ വിഭാഗങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ BJP മതധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ട് എന്ന നിലയിൽ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇവിടെ ഇന്ത്യയിൽ അവരെ സംബന്ധിച്ച് ലോകത്താകെ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന മുദ്രാവാക്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് ഇപ്പോഴും പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട UDFൻ്റെ ബന്ധം ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി രണ്ട് വർഗീയ ശക്തികളെയും ഫലപ്രദമായിട്ട് നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ആശീർവാദവും പിന്തുണയും വേണ്ട എന്ന അസന്നിഗ്ധമായി കേരളത്തിലെ മുഖ്യമന്ത്രി ആരാധ്യനായ സഖാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് മറുപടി പറയാൻ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ തയ്യാറായില്ല. ഞങ്ങൾ ആ ചോദ്യം ഉന്നയിച്ചു. അവിടെ ഈ UDF എടുത്തുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ബന്ധം നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ പരിപാടിയുടെ ഭാഗമായിട്ട് ലീഗിൻ്റെ കുടി തന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് വേണ്ടേ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ചോദ്യം അതിന് മറുപടി പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത് ആ രീതിയിൽ പരിഗണിക്കാനേ കൂട്ടാക്കിയില്ല. കാരണം അപകടകരമാണ്. സോണിയാഗാന്ധിയും കോൺഗ്രസും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിനെതിരാണ്. ആ രാഷ്ട്രീയം പറയാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് സോണിയാഗാന്ധിക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആ ഇലക്ഷൻ്റെ ഭാഗമായിട്ടും അതുപോലെ വയനാട് സന്ദർശനത്തിൻ്റെ സന്ദർഭത്തിലും അവർക്ക് സാധിക്കാതിരുന്നത് എന്നുള്ളതാണ് സത്യം. പ്രിയങ്ക ഗാന്ധി അല്ല, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരാണ്. ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെടാൻ ഒരു തരത്തിലുള്ള പഴുതുമില്ല. അപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിക്ക് അത് പറയാൻ സാധിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത്. ആവർത്തിച്ച് ചോദിച്ചിട്ടും പത്രക്കാർ ചോദിച്ചിട്ടും അവരോട് ഈ കാര്യം പറയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.